ദൃശ്യം 3 എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ നേടിയെടുക്കുന്ന ഓരോ അച്ചീവ്മെന്റും ഗംഭീര രീതിയിലാണ് മോളിവുഡിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ തന്നെ മോഹൻലാൽ ഈ ചിത്രത്തിലൂടെ 235 കോടി മറികടന്ന് വേൾഡ് വൈഡിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിന്റെ തന്നെ പല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചാണ് ദൃശ്യം 3യിലൂടെ അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗൾഫ് മേഖലയിലും മോഹൻലാലിന്റെ ഭരണം എന്ന് തന്നെ പറയാം. ഗൾഫ് മേഖലയിൽ 6 ലക്ഷത്തിലധികം കാഴ്ചക്കാരെയാണ് മോഹൻലാൽ ദൃശ്യം 3യിലൂടെ തിയേറ്ററിലേക്ക് എത്തിച്ചത്. 7ാമത്തെ മലയാള ചിത്രമായി ദൃശ്യം 3 മാറിയിരിക്കുകയാണ് ഈ 6 ലക്ഷം ആൾക്കാരെ ഗൾഫ് തിയേറ്ററുകളിൽ മോഹൻലാൽ എത്തിക്കുന്നത്. ക്രൗഡ് പുള്ളർ എന്ന നിലയിൽ മോഹൻലാൽ നടത്തിയ നേട്ടം വളരെ ഞെട്ടിക്കുന്നതാണ്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു 50 ലക്ഷം ഫുട്ഫോൾ കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാൽ ദൃശ്യം 3യിലൂടെ നേടിയിരുന്നു എന്ന്. ഓവർസീസിലും മോഹൻലാലിന്റെ ആധിപത്യം ചെറുതൊന്നുമല്ല. മോഹൻലാൽ സിനിമകൾ ഒരു മിനിമം നല്ല അഭിപ്രായം നേടിയാൽ അവിടെ വരുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഈ 7 ചിത്രങ്ങളിലും 5 മോഹൻലാൽ ചിത്രങ്ങളാണ് എന്നതാണ് കൗതുകം. പുലിമുരുകൻ, ലൂസിഫർ, എമ്പുരാൻ, തുടരും, ലോക, വാഴ 2 എന്നിവയാണ് ആ 6 ചിത്രങ്ങൾ. 6 ലക്ഷം കാഴ്ചക്കാർക്ക് മുകളിൽ ഗൾഫ് മേഖലയിൽ എത്തിക്കുക എന്നത് ഈ ചിത്രങ്ങൾക്ക് സാധിച്ചിരുന്നു. ഇവിടെ മാത്രം കൊണ്ട് ഒതുങ്ങുന്നതല്ല മോഹൻലാലിന്റെ ഈ ക്രൗഡ് പുള്ളിംഗ് എന്ന് തന്നെ പറയാം. അതിൽ മറ്റൊന്നാണ് മഹാചരിത്രം എഴുതുന്ന മോഹൻലാലിന്റെ ആ നിമിഷങ്ങൾ. ഏതാണ്ട് 4 സിനിമകൾ കൊണ്ട് 2.25 കോടി പ്രേക്ഷകരാണ് മോഹൻലാലിനെ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് എത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയും ഇവിടെയുള്ള പ്രേക്ഷകരും മോഹൻലാലിനെ കാണുന്നതിന് തിയേറ്ററിൽ എത്തിയതും വെച്ച് നോക്കുമ്പോൾ ഇത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. തന്റെ തുടർച്ചയായ 4 മലയാള ചിത്രങ്ങൾ കൊണ്ട് 14 മാസത്തിൽ 2.25 കോടി പ്രേക്ഷകരെ കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിച്ചിരിക്കുകയാണ് മോഹൻലാൽ. എമ്പുരാനിലൂടെ 54 ലക്ഷം ആൾക്കാരെ എത്തിച്ചപ്പോൾ തുടരുമെന്ന ചിത്രത്തിലൂടെ 78 ലക്ഷത്തിന് മുകളിലാണ് എത്തിച്ചത്. ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലൂടെ 28 ലക്ഷം ആൾക്കാരെയും എത്തിച്ചു. ദൃശ്യം 3യിലൂടെ 54 ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ മോഹൻലാൽ തിയേറ്ററിലേക്ക് എത്തിച്ചിരിക്കുന്നതും ഇപ്പോഴും തിയേറ്ററിലേക്ക് ആള് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിങ്ങനെയാണ് കേരളത്തിലെ ഫുട്ഫോൾസ് വന്നിരിക്കുന്നത്. ഇങ്ങനെയൊരു നേട്ടം മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യത്തേതാണ്. 4 സിനിമകൾ കൊണ്ട് 2.25 കോടി പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന നടന്റെ അത്ഭുതകരമായ നേട്ടങ്ങളിൽ ഒന്നാണ്. ദൃശ്യം 3 ഇൻഡസ്ട്രി ഹിറ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് സാധിക്കാത്ത നിലയിലേക്കാണ് ചിത്രത്തിന്റെ പോക്ക്. എന്നിരുന്നാലും 200 കോടിക്ക് മുകളിൽ നേടുക എന്നത് ഈ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. പക്ഷേ ഈ ചിത്രം ഏറ്റവും ലാഭകരമായ സിനിമയായി മാറുന്നു എന്നതാണ് മറ്റൊരു കൗതുകം. ആന്റണി പെരുമ്പാവൂർ ഈ ചിത്രത്തിലൂടെ നേടിയിരിക്കുന്നത് മലയാള സിനിമ ഉദ്ദേശിക്കാത്ത കണക്കുകളാണ്. എങ്ങനെ നോക്കിയാലും ആന്റണി പെരുമ്പാവൂരിന് ഒരു നഷ്ടവും ഇല്ല, വമ്പൻ ലാഭവുമാണെന്ന് അണിയറ പ്രവർത്തകർ തന്നെ പറയുകയും ചെയ്യും. ഇപ്പോൾ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് 50 കോടിക്ക് മുകളിലാണ് OTT ഡീൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് വരെ പറയുന്നുണ്ട്. ദൃശ്യം 3 ആമസോൺ പ്രൈമിലൂടെ ഉടനെ തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കാനുള്ള സാധ്യത പല പ്രമുഖ മൂവി അനലിസ്റ്റുകളും പറയുന്നതുമുണ്ട്. ആമസോൺ പ്രൈമിലൂടെയാണ് ചിത്രത്തിന്റെ OTT സ്ട്രീമിംഗ് വരുന്നത്. 50 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന് ലഭിച്ച OTT അവകാശ തുക എന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ആഗോള ഗ്രോസ് 235 കോടിയും കഴിഞ്ഞ് മുന്നേറുകയാണ്. ചിത്രത്തിന്റെ പ്രീ റിലീസ് ബിസിനസ് തന്നെ 160 കോടിക്ക് മുകളിലാണെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ സംഖ്യ എന്തുമാത്രം ലാഭം ഉണ്ടാക്കുന്നു എന്നത് തന്നെ കാണാൻ കഴിയും. ജോർജ് കുട്ടിയുടെ ആദ്യത്തെ വരവിനേക്കാൾ റെക്കോർഡ് കളക്ഷനാണ് ഈ 3ാം വരവിൽ ചിത്രം നേടുന്നത്. ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് ദൃശ്യം 3 ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. ഏറെ ആകാംക്ഷയ്ക്കും പ്രതീക്ഷകൾക്കും ഒടുവിൽ ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ റെക്കോർഡ് കളക്ഷൻ മാറ്റി നിർത്തിയാൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. എന്നാൽ നെഗറ്റീവ് പ്രതികരണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ സംവിധായകൻ ജിത്തു ജോസഫ് തയ്യാറായിട്ടില്ല. ദൃശ്യം എന്ന ചിത്രം തന്റേതാണെന്നും അത് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എഴുത്തുകാരനായ തനിക്കുണ്ടെന്നും ജിത്തു വ്യക്തമാക്കുന്നുണ്ട്. പലവിധ എതിരഭിപ്രായങ്ങൾ നിൽക്കുമ്പോഴും ദൃശ്യം 3 ബോക്സ് ഓഫീസിൽ വൻ നേട്ടമാണ് കൊയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം ഒരു വലിയ വിജയമായാണ് താൻ കാണുന്നതെന്ന് ജിത്തു പറയുകയാണ്. ജോർജ് കുട്ടി ഒരു സൂപ്പർ ഹീറോ അല്ല. ദൃശ്യം 1ാം ഭാഗത്തിൽ അയാളുടെ പ്രശ്നങ്ങളും ക്ലൈമാക്സിലെ അപ്രതീക്ഷിത നീക്കങ്ങളും പ്രേക്ഷകർ ആദ്യമായി കാണുന്നതുകൊണ്ടാണ് അത് വലിയ ആവേശമായത്. എന്നാൽ 2ഉം 3ഉം ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ അയാൾ എന്തെങ്കിലും ചെയ്യുമെന്ന മുൻവിധിയോടെയാണ് പ്രേക്ഷകർ വരുന്നത്. 3ാം ഭാഗത്തിൽ സർപ്രൈസ് ഘടകങ്ങൾ ഉണ്ടെങ്കിലും അത് മറ്റൊരു രീതിയിലാണ്. ഇവിടെ ജോർജ് കുട്ടിക്ക് പകരം മറ്റൊരാളാണ് പ്ലാനിംഗ് നടത്തുന്നത്. അതിനെയാണ് അയാൾ ചെറുക്കുന്നത്. ഈ വ്യത്യാസം കൊണ്ട് ചിലർക്ക് മുൻഭാഗങ്ങളിലായിരിക്കാം കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എങ്കിലും ഭൂരിഭാഗം പേരും 3ാം ഭാഗത്തെ സ്വീകരിക്കുന്നതുകൊണ്ടാണ് ചിത്രത്തിന് ഇത്രയധികം കളക്ഷൻ നേടാനായത്. തിരക്കഥ എഴുതിയ സമയത്ത് ചിലപ്പോൾ ചിത്രം അധികം ഓടില്ല എന്ന് കരുതിയിരുന്നെങ്കിലും ഇതൊരു നല്ല സിനിമയായിരിക്കുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. ജോർജ് കുട്ടിയുടെ ഈ ഒരു ആംഗിൾ പറയണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് എഴുതി കഴിഞ്ഞപ്പോൾ നല്ല കോൺഫിഡൻസ് തോന്നി. എന്നിരുന്നാലും പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ തെറ്റിയേക്കാമെന്ന് കരുതിയാണ് അമിത പ്രതീക്ഷ വേണ്ടെന്ന് ആദ്യം മുതലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചിന്തിച്ചത് വലിയ തുക നിർമ്മാണത്തിനായി വേണ്ടിവരാത്ത ഒരു മോഹൻലാൽ ചിത്രമായതിനാൽ എങ്ങനെ വന്നാലും നിർമ്മാതാവ് ആന്റണി സേഫ് ആയിരിക്കും എന്നാണ്. ആ ഒരു ഉറപ്പിലാണ് ഞാൻ ദൃശ്യം 3 ചെയ്തത്. ജിത്തു ജോസഫ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആന്റണി പെരുമ്പാവൂരിന് ഏറ്റവും വലിയ ലാഭം ഉണ്ടാക്കി കൊടുത്ത സിനിമയായി തന്നെയാണ് ദൃശ്യം 3 ഇപ്പോൾ മാറിയിരിക്കുന്നത്. എങ്ങനെ നോക്കിയാലും ആന്റണി പെരുമ്പാവൂരിന് ഈ ചിത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ മുൻകാല ചിത്രങ്ങളെക്കാളും ഏറ്റവും വലിയ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു.